തൊട്ടടുത്ത ദിവസം എന്റെ നാട്ടിലൊരു മരണം ഉണ്ടായി. അതിന്റെ ഷോക്ക് തീർന്നിട്ടില്ല. ഇപ്പോൾ 24 വയസ്സുള്ള അൽതാഫ് ഹിഷാമി എന്ന് പറയുന്ന ഒരു അനുജ സഹോദരൻ മരണപ്പെട്ടു. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ആ മരണത്തിന്റെ ദുഃഖസാന്ദ്രമായ അവസ്ഥ ഇപ്പോഴുണ്ട്. ആ കുടുംബത്തിൽ തളം കെട്ടിക്കിടക്കുന്നുണ്ട്, പരിസരത്തുണ്ട്, കുടുംബങ്ങളിലുണ്ട്. മറുഭാഗത്തിൽ നോക്കുമ്പോൾ വലിയ തൗഫീഖ് ലഭിച്ച ഒരു മരണമായിരുന്നു. ഒരു മാതൃകാപരമായ ജീവിതം നയിച്ചതിന്റെ പേരില്, സദാ റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതിന്റെ പേരില്, അള്ളാഹുവിനെ പേടിച്ച് മുന്നോട്ട് പോയതിന്റെ പേരില്, ഇബാദത്തിൽ കൃത്യതയുണ്ടായതിന്റെ പേരില്, അഹ്ലുസുന്ന വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖിദ്മത്ത് ചെയ്തതിന്റെ പേരില് ഒരു ചെറിയ ശമ്പളം, എന്തെങ്കിലും ചെറിയൊരു വരുമാനം വല്ലപ്പോഴൊക്കെ കിട്ടുന്നതിൽ നിന്നും ഉള്ളതുപോലെ ആരും അറിയാതെ സദഖ കൊടുത്തതിന്റെ പേരില്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരണപ്പെടുന്നതിന് മുമ്പ് പലരോടും അതിന്റെ സൂചനകളുള്ള വാക്കുകൾ പറഞ്ഞു. മരണപ്പെടുന്നതിന് മുമ്പ് പല ആളുകളോടും പല വർത്തമാനങ്ങളും പറഞ്ഞു. അവനുമായി ബന്ധപ്പെട്ട, ആ സഹോദരനുമായി ബന്ധപ്പെട്ട എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക. മരണപ്പെടുന്നതിന്റെ അന്നത്തെ ദിവസം ഒരു വിവാഹത്തിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, സാധാരണ അങ്ങനെ പറയാറില്ല, ഉമ്മ എന്റെ ഉസ്താദ് വാങ്ങിച്ചു തന്ന ഡ്രസ്സ് ഉമ്മയൊന്ന് കഴുകി തേച്ചു തരണം, ഞാൻ അത് അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. ആ ഉസ്താദ് മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഉമ്മ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ കഴുകി തേച്ചിട്ട് കൊടുത്തു. അതുമായിട്ട് പുറത്തു നിൽക്കുന്ന സമയം, ആ ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണത്തിനിറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയം, പുറത്തു നിൽക്കുന്ന സമയം ഒരാൾ ചോദിച്ചു, എങ്ങോട്ട് പോവാണ്? കല്യാണത്തിന് പോകുന്നു എന്നല്ല പറഞ്ഞത്, ഞാനൊരു യാത്ര പോവുകയാണ്, ഞാനൊരു യാത്ര പോവുകയാണ്. ഓരോ മൂമെന്റുകളും അറിഞ്ഞോ അറിയാതെയോ മരണത്തിലേക്കുള്ള യാത്രയാണ്. റോഡിന്റെ സൈഡിലുള്ള ഒരു ചെറിയ ഒരു പൊക്കം, ഒരു എഡ്ജിലേക്ക് വണ്ടി ഒന്ന് കയറാൻ പ്രയാസപ്പെട്ട് വണ്ടി മറിഞ്ഞു. ഒന്നും മറിഞ്ഞു വീണിട്ടേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു അപകടമില്ല, വണ്ടിയായിട്ടൊന്നും കൂട്ടിമുട്ടിയിട്ടൊന്നുമില്ല. പുറകിലിരുന്ന ചെറുപ്പക്കാരന് ഒന്നും പറ്റിയിട്ടില്ല. ആ വീണ വാഹനം ഓടിച്ച ചെറുപ്പക്കാരൻ അതാ അവിടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്ക് കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ മരണപ്പെട്ടു. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കണം, ആ മയ്യത്തിനെ കാണാൻ വേണ്ടി വന്ന ആളുകളുടെ തിരക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. എത്ര ആലിമീങ്ങൾ, ആ നാട്ടുകാരെ ഞെട്ടിപ്പോയി. തിങ്ങി നിറഞ്ഞു ആ വീട് മുഴുവനും. വീട്ടിന്റെ ഉള്ളിൽ മയ്യത്ത് വെക്കാൻ പറ്റില്ല, പുറത്താ മയ്യത്ത് വെച്ചത്. ആ പള്ളി, മൈനാഗപ്പള്ളിയിൽ, കരുനാഗപ്പള്ളിക്കടുത്ത് ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ചെറുബിലാക്കൽ പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ, അവിടെയുള്ളവർ പറയുന്നു, ഞങ്ങളുടെ ഓർമ്മയില് ഇത്രയും ജനം കൂടുന്നത് ആദ്യമായിട്ടാണ്. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. എത്ര വലിയ സാദാത്യങ്ങളും പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളും വന്നു. എരിപൊരിയുന്ന വെയിലത്ത് ഖബറിന്റെ അടുക്കൽ നിൽക്കാനും എല്ലാം ദുആയും എല്ലാം കഴിഞ്ഞ് പിന്നെയും ചെറുപ്പക്കാർ അവിടെ നിൽക്കുക വിശുദ്ധമായ ഖുർആനുമായിട്ട്. ഇടക്കിടക്കിടതിൽ ഇടതടവില്ലാതെ ആ വീട്ടിലും ആ ഖബറിലും ഇങ്ങനെ ഓതൽ നടക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ പൊന്നുമോന് പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയില് അവനോടൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച മുഹ്സിൻ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അൻസ് സഹോദരൻ എന്നെ വിളിക്കുക. 11 മണിയായപ്പോ ആ ബൈക്കിൽ പുറകിലിരുന്ന ചെറുപ്പക്കാരനാണ്. ആ മുഹ്സിൻ ജൗഹരി എന്ന് പറയുന്ന ആ സഹോദരനെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, ഉസ്താദ് ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു, ഉറങ്ങിയില്ല, ഞാൻ അങ്ങോട്ടൊന്ന് വരികയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചവനെ, ഇന്ന് മയ്യത്തൊക്കെ അടക്കി, എന്താ അവന് ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത്? ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് 3:30 കഴിയുമ്പോൾ വെളുപ്പിലെ 3:30 എഴുന്നേറ്റെങ്കിലാണ് എനിക്ക് ഉദ്ദേശിച്ച ട്രെയിൻ ഇവിടെ എത്താൻ പറ്റുക. അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ട ആളാണ്. അതുകൊണ്ട് അല്പമെങ്കിലും നേരത്തെ കിടക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഈ മുഹ്സിൻ എന്ന് പറയുന്ന പൊന്നുമോൻ പറഞ്ഞപ്പോൾ ഞാൻ വാതിൽ തുറന്നു. സിറ്റ് ഔട്ടിൽ തന്നെ അവനെ പ്രതീക്ഷിച്ചിരുന്നു. വേറൊരു മോനുമായിട്ട് അവൻ വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വന്നിട്ട് എന്നോട് പറയാ, വിതുമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാ, ഇന്നലത്തെ ഒരു ദിവസവും ഞാൻ പിടിച്ചു നിന്നു, കാരണം എനിക്ക് അവനെ ഒരു വട്ടം കൂടി ഒന്ന് കാണാമായിരുന്നു. ഇവര് തമ്മിൽ അത്രയും വലിയ ബന്ധമാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എല്ലാ കാര്യത്തിനും ആലോചിക്കുന്നവനോടാണ്.
സ്വന്തം സഹോദരങ്ങളെ പോലെ ഒഴിച്ചാടി നടന്നിരുന്ന പ്രിയപ്പെട്ട രണ്ട് ഇരട്ട സഹോദരങ്ങളെ പോലെയുള്ള ആ സഹോദരനോട് വിതുമ്പിക്കൊണ്ട് ആ പാതിരാവിലെ പറയാണ്, ഇന്ന് ഈ രാത്രി ഞാൻ എങ്ങനെ ഉറങ്ങും? ഇന്ന് പകൽ സമയത്ത് അവസാനമായി ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവന്റെ മുഖം കണ്ടു, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല എന്ന് പറഞ്ഞിട്ട് വിതുമ്പിക്കൊണ്ട് എന്റെ മുമ്പിൽ ആ പാതിരാ സമയത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ തീരുമാനവും റബ്ബിന്റെ ഖളായും നമ്മളെല്ലാവരും ആ മരണത്തിന്റെ ക്യൂവിലാണ്. അവൻ സന്തോഷത്തോടെ യാത്രയായതാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ മരണ വിഷയവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ചടങ്ങുകളും അവിടെ കൂടിയിട്ടുള്ള പണ്ഡിതന്മാരും സാദാത്യങ്ങളും മുത്തലിങ്ങളും മയ്യത്തസ്കാരവും പ്രാർത്ഥനയൊക്കെ പറഞ്ഞ് ഞാൻ അവനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് കൂടെ വന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, ഇന്ന് നീ വേണോ അവന്റെ അടുത്ത് കിടക്കാൻ? അവൻ മറ്റൊരു കൂട്ടുകാരനാണ്, ഒന്നെങ്കിൽ അവനെ നിന്റെ വീട്ടിൽ കൊണ്ട് കിടത്തണം, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ നീ അവന് കൂട്ടുകിടക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഖിലാസോടെ ആത്മാർത്ഥമായിട്ട് നാമീം പറയണേ. അല്ലാഹുവേ, ആ ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ, ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗ്ഗത്തിന്റെ ഉദ്യാനമാക്കണേ അല്ലാ, സ്വർഗ്ഗത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ആ ഖബറിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അത്തരത്തിൽ വലിയ ആത്മീയ സപ്പോർട്ടുള്ള ഒരു മൗത്ത് ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.